ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ പൊതുവേദിയിൽ കാണുന്നില്ല എന്നുള്ളൊരു പരാതി വലിയ ചർച്ചയായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മെയ് 2-ാം തീയതി മുതൽ ജൂൺ 5-നിടയിൽ ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ബ്രിക്സ് ഉച്ചകോടി ചേർന്ന സമയത്ത് പോലും ചൈനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞയച്ചത് എന്നതിനാൽ ഇദ്ദേഹം എവിടെയാണ്, ഭരണമാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ വലിയ സംശയത്തിനിട നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ചൈനീസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റും ഒന്നാവും. അതോടൊപ്പം തന്നെ സൈനിക മേധാവിയും ഇവർ തന്നെയായിരിക്കും. അത് പൂർണ്ണാധികാരം ക്രോഡീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏകോപിപ്പിക്കപ്പെട്ട ഒരു പ്രസിഡൻഷ്യൽ സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുക. മാത്രമല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷം ഉണ്ടാവില്ല. പ്രതിപക്ഷമാണെങ്കിൽ അവർ പിടിച്ച് ജയിലിടും. ജയിലിൽ താമസിക്കാൻ വേണ്ടി വെറുതെ പ്രതിപക്ഷമാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചൈനക്കാർ വിചാരിക്കും. അതുകൊണ്ട് എന്താവും, ഈ പാർട്ടിൻ്റെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഷി ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൈടെക് ടെക്നോളജിയുടെ വലിയ ഉദയം പ്രഭാവമുണ്ടാക്കിയ വ്യക്തിയാണ് എന്നാണ് ചൈനയിൽ തന്നെ അഭിപ്രായം. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വലിയ കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും ഷി ജിൻപിങ് നടത്തിയിരുന്നു എന്നും